ഒരുവൻ തന്റെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം, കർത്താവ് അവനെ നരകത്തിൽ വിടണില്ല. ആരാണ്? അവൻ തന്നെ അവന്റെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ടു നിൽക്കുക എന്നതാണ്. അവൻ സ്വതന്ത്രമായി തീരുമാനിക്കുകയാണ്, എനിക്ക് ദൈവവും വേണ്ട. ഫ്രൻസിനിയുടെ ഡയലോഗ് കേട്ടോ, എനിക്ക് ദൈവവും വേണ്ട, നിന്റെ കുരിശും വേണ്ട. യേശുക്രിസ്തു എന്ന കാര്യം മരിച്ചു, ഇപ്പം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെയാ ചിലവരുടെ കാര്യം. അപ്പൊ അങ്ങനെ ഉള്ള യേശുവിനെ തിരസ്കരിക്കുകയും എന്നാൽ മാരകമായ പാപത്തിന്റെ അവസ്ഥയിലും ആയിരിക്കുന്ന വ്യക്തികൾ മരിക്കുമ്പോൾ നരകത്തിൽ പോകും. ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകമെന്ന് വിളിക്കുന്നു. നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. കാരണം അതിന് ദൈവത്തിൽ നിന്ന് മനഃപൂർവമുള്ള ഒരു പിന്തിരിയലും മാരകമായ പാപത്തിൽ ഉള്ള മരണാവസ്ഥയും ഉണ്ടാകണം. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന ആള് നരകത്തിൽ. അപ്പൊ പെട്ടെന്ന് ചോദിക്കാൻ പോകുന്നത് അപ്പൊ ജൂദാസിന് എന്തായി എന്നുള്ളതാണ്. ഒരു പിടിയില്ല. അച്ഛൻ വന്നു കഴിഞ്ഞു. ഓക്കെ ഓക്കെ അച്ഛോ സ്വാഗതം. നമുക്ക് കൈയടിച്ച് അച്ഛനെ പ്രൈസ് ദി ലോർഡ്. So happy to meet you. ഞങ്ങൾ എറണാകുളം ഡയസിസുകാരാണ്. അച്ഛനും ഞാനും വളരെയധികത്തെ പരിചയമുണ്ട്. മാത്രമല്ല ജർമ്മനിയിൽ ഞങ്ങൾ ഒന്നിച്ച് കാണുകയും ചെയ്തിട്ട് ഇപ്പൊ കുറെ നാൾ കഴിഞ്ഞിട്ട് ഇവിടെ ഉടനെ ഇത് വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ഉടനെ കുർബാനയ്ക്ക്. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നരകത്തിലേക്ക് ആരെയും പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരാ നരകത്തിൽ പോണേന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഇപ്പൊ നമ്മൾ ഫ്രൻസിനിയുടെ സംഭവം മനസ്സിലായല്ലോ. ഇപ്പൊ ഫ്രൻസിനിയെ കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവോ ഫ്രൻസിനി സ്വർഗത്തിൽ പോയിന്ന്? അപ്പോ ഒരു വ്യക്തി ആ മരണത്തിന് തൊട്ട് മുമ്പുള്ള സമയത്ത് പെട്ടെന്ന് മാറ്റം വരാവുന്നതാണ്. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇനി അന്ത്യവിധിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ? അന്ത്യവിധി. ഇനി അന്ത്യവിധി കഴിഞ്ഞാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാന വിശ്വാസത്തിന്റെ രഹസ്യം. നമ്മുടെ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ല, ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മൾ സ്വർഗീയോസ്ലേം പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലേം നഗരത്തിൽ മാലാഖമാരൊത്തുവലം ഭാഗം. അതാണ് നമ്മുടെ അവസാനം കുർബാനയിൽ തരുന്ന ആശീർവാദം. അതിലേക്കുള്ള യാത്രാഭക്ഷണവുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഇനിയൊരു ബലി അർപ്പിക്കാൻ വരുമോ ഇല്ലേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനു മുമ്പ് ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ എവിടേക്ക് പോകും? സ്വർഗത്തിൽ പോകും. അതുകൊണ്ട് നിങ്ങളെ മുദ്ര കുത്തുന്നു. അപ്പൊ നമുക്ക് എന്തെല്ലാം മുദ്ര കിട്ടുന്നത്? മാമോദീസായുടെ മുദ്ര, സ്ഥൈര്യലേപനത്തിന്റെ മുദ്ര, ഇപ്പോ വിശുദ്ധ കുർബാനയുടെ മുദ്ര. ഇനി ഒരുപക്ഷെ അതിന്റെ അവസാനത്തില് അന്ത്യകൂദാശയിലൊരു മുദ്ര. ഈ ഇത്രയും മുദ്ര കുത്തിപ്പെട്ട ഓരോരുത്തരും അന്ത്യവിധി കഴിഞ്ഞ് ആ യേശുവിന്റെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും മരിച്ച വ്യക്തികളുടെ ആത്മാവ് ശരീരവും ഉയർത്ത് ആത്മാവിനോട് ചേർന്ന് ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുകയും അങ്ങനെ ഒരു പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് അവരെ ആനയിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതോടുകൂടി നിർത്തിയാണ് നമ്മളിപ്പോ ഈ ബലിയർപ്പണത്തിൽ പൂർണ്ണമായി നമ്മൾ ലയിച്ചു പങ്കുചേർന്നുകൊണ്ട് നമുക്ക് വലിയ ഭാഗ്യമാണ് അച്ഛൻ ഇന്ന് നമ്മളുടെ കൂടെ ബലിയർപ്പണത്തിൽ ഉണ്ടായത്. അതിനുശേഷം വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കെ നമ്മൾ കൈവെപ്പിൽ പ്രാർത്ഥന നടത്തും. വിശുദ്ധ കുർബാന കുർബാന ആശീർവാദം കഴിഞ്ഞ ഉടനെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി അച്ഛനും ഞാനും എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അതായിരിക്കും അഭിഷേക പ്രാർത്ഥന. അപ്പൊ അഭിഷേകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാവുന്ന ഒറ്റ കാര്യം ഇതാണ്: നമ്മളെ പുതിയ സൃഷ്ടിയാകണം. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വരദാനങ്ങളിലുള്ള ജീവിതമല്ല. വരദാനങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ട് വരദാനങ്ങൾ നമ്മളിൽ ഉണ്ടാവും. അതൊരു വശമാണെങ്കിൽ മറുവശത്ത് ഈ വിശുദ്ധ കുർബാനയിൽ ഉടനീളം ഉള്ള ഒരു പ്രോസസ് എന്താണ്? നമ്മൾ പറഞ്ഞു വെള്ളത്തെ വീഞ്ഞാക്കിയ പോലെ H2O എന്ന വെള്ളം CH3CH2OH എന്ന വീഞ്ഞായി മാറിയ പോലെയുള്ള
ഓരോ സ്റ്റെപ്പും ഒരു രൂപാന്തരീകരണമാണ്. സർവാധിപനാം കർത്താവെയൊക്കെ പാടുമ്പോൾ അത് കഴിഞ്ഞുള്ള പ്രാർത്ഥന, കർത്താവെ അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നതാണ്. ആ പ്രോസസ്സിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. എൻ്റെ ശരീരത്തെ, എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി പുതിയ സൃഷ്ടിയാക്കണേ. ഞാൻ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം മുഴുവനും ഇതേ ആശയമാണ്. വെള്ളം വീഞ്ഞാക്കി 2-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ നിക്കോദേമോസിനോട് ഇത് തന്നെ പറയണു. 4-ാം അധ്യായത്തിൽ സമരിയാക്കാരിക്ക് ഇത് സംഭവിക്കുന്നു. 5-ാം അധ്യായത്തിൽ കിണറ്റിൻകരയിൽ കിടന്നവന് സംഭവിക്കുന്നു. കുളത്തിൻകരയിൽ 6-ാം അധ്യായത്തിൽ അതെങ്ങനെയാ സംഭവിക്കുന്നത്? അപ്പം വീഞ്ഞിലൂടെയാണെന്നും 7-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിലൂടെയാണെന്നും 8-ാം അധ്യായത്തിൽ പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ വന്നവരെ, അത് നല്ലൊരു കാര്യമാണ്. പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ വന്നിരിക്കുന്നു ഫരിസേയരും നിയമജ്ഞരും. യേശുവിന്റെ കരുണാർദ്രമായ, ശ്രദ്ധിക്കണം പെട്ടെന്ന് ലാസ്റ്റ് പോയിന്റ്, യേശുവിന്റെ കരുണാർദ്രമായ സ്നേഹം അവരെ സ്പർശിച്ചപ്പോൾ അവർക്ക് കല്ലെറിയാൻ പറ്റാതെ, കല്ലെറിയ എന്ന് പറഞ്ഞാൽ കൊലപാതകം നടത്താൻ പോവുകയായിരുന്നു. അവർ കൊലപാതകം ചെയ്യാൻ കരുതിക്കൂട്ടി വന്ന അവർക്ക് അവർ കഠിനമായ ഹൃദയത്തോടെ കൊലപാതകം ചെയ്യാൻ വിചാരിച്ച അത് ചെയ്യാൻ പറ്റാതെ, മോശയുടെ നിയമം നടപ്പിലാക്കാൻ പറ്റാതെ അവർ കല്ലുകൾ താഴെയിട്ട് പിറകോട്ട് പോയി എന്നുള്ളതാണ്. ഇതാണ് ഈ പുതിയ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം. പാപം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാക്കാം നമ്മളെ. അതേസമയം പാപം ചെയ്തവളോട് ചോദിക്കുകയാണ്, സ്ത്രീയെ, അവർ നിന്നെ വിധിച്ചില്ലേ? ഇല്ല കർത്താവ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനമായി പോവുക, മേലിൽ പാപം ചെയ്യരുത് എന്ന് പറയുന്നത് ഒരു കമാൻഡ് അല്ല, ഒരു അനുഗ്രഹമായിട്ടാണ്, കൃപ നൽകുകയാണ്. മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ഞാൻ നൽകുന്നു. ഏതുപോലെ ഫരിസേയർക്ക് പാപം ചെയ്യാൻ പറ്റാതെ, കൊലപാതകം ചെയ്യാൻ പറ്റാതെ അവർ തിരിച്ചുപോയ പോലെ. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ മുടിയനായ പുത്രന്റെ ജ്യേഷ്ഠന്റെ കാര്യം പറഞ്ഞ പോലെ ഇവർ രണ്ടു കൂട്ടരെയും കർത്താവിന്റെ നീതിയിൽ ഉൾപ്പെടുത്തി സമാധാനം നൽകിയിരിക്കുന്നു. അവിടെ സ്ത്രീ കാരണം അല്ല, മറ്റൊരു കാരണം യേശുക്രിസ്തുവിൽ നിന്ന് കിട്ടുന്ന എല്ലാവർക്കും കിട്ടുകയാണ്. പക്ഷെ നമുക്കെല്ലാം കിട്ടുന്നത് യേശുവിന്റെ കുരിശിലുള്ള ബലിയർപ്പണം കഴിഞ്ഞതിന് ശേഷമാണെന്നുള്ളൂ. മനസ്സിലായോ? ഓക്കെ, സ്റ്റാർട്ട്. പിതാവിൻ ഭവനമിതിൽ പരിശുദ്ധമാകും അൽത്താരയിൽ അനുരാഗമേറും ഹൃദയവുമായി അണയുന്നു സ്നേഹവിരുന്ന്.